പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ലൊരു മസാല അപ്പമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, പച്ചരി ഉഴുന്നും മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏത് കറിയുടെ കൂടെയോ നമുക്കിത് കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. 1/2 കപ്പ് ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പച്ചരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ചെറിയ കപ്പിനാണ് അളന്നെടുത്തത്, അതുകൊണ്ടാണ് 3 പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് പച്ചരി 1/2 കപ്പ് ഉഴുന്നും കൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെക്കുക. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകി എടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല. 2 കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ട് മാവ് അരച്ചെടുക്കരുത്. മാവിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയൊന്നും ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എടുക്കരുത്, 1/2 ടീസ്പൂൺ എടുത്താൽ മതി. മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ തവി മാവ് ചൂടായ ഓയിലിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. ഒരു വശം നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മുങ്ങിപ്പൊരിക്കാനായിട്ടുള്ള എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊന്തി വരുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് എണ്ണ അങ്ങനെ തൂവി കൊടുക്കുമ്പോഴാണ് ഈ ഒരു പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് കോരി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചരിയുടെ കൂടെ ഉഴുന്നും കൂടി ഇട്ട് നമ്മൾ അരച്ചെടുത്ത മാവായതുകൊണ്ട് നന്നായിട്ട് ക്രിസ്പിയായിട്ട് ഇത് കിട്ടുന്നതാണ്. നമ്മളിതിൽ അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പക്കാരം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ആരായിട്ട് നമുക്ക് ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത പോലെ അപ്പമായിട്ട് കിട്ടുന്നതാണ്. അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു അപ്പം നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല അപ്പത്തിൻ്റെ കൂടെ നമുക്ക് തക്കാളി ചട്നിയോ ടൊമാറ്റോ കെച്ചപ്പോ ഏത് കറി കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാല അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.